കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ അടക്കമുള്ളവർ നിരന്തരം തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായ മണിശങ്കർ അയ്യർ പറയുന്നത് വീണ്ടും പിണറായി സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന്. അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം കൊണ്ടായിരിക്കുമോ ഇങ്ങനൊരു പ്രസ്താവന? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഉള്ളതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനും വായനാശീലമുള്ള ഒരു നേതാവാണ് മണിശങ്കർ അയ്യർ. ഈ മണിശങ്കർ അയ്യർ, ജയറാം രമേശ്, കപിൽ സിബൽ, ആനന്ദ് ശർമ്മ, നമ്മുടെ കാശ്മീരിൽ നിന്നുള്ള വ്യക്തികൾ, ഇവരെല്ലാം കോൺഗ്രസ്സിലുള്ളപ്പോൾ ശശി തരൂർ, അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ മാറ്റി വച്ചിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരെല്ലാം MP ആയിരുന്നപ്പോൾ പോലും പാർലമെൻറ്റിലെ മെയിൻ സ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല. കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധി കഴിഞ്ഞാൽ ഒരു രണ്ടാം കിട നേതാക്കളായിട്ടാണ് നമ്മുടെ ഈ നേതാക്കളെ കോൺഗ്രസ് കണ്ടിരുന്നത്. കാശ്മീരിൽ നിന്നുള്ള നേതാക്കളായാലും ഇവരെല്ലാം, ഗുലാം നബി ആസാദ് പോലുള്ള, അത് കഴിഞ്ഞിട്ട് രാജേഷ് പൈലറ്റ്, മാധവറാവ് സിന്ധ്യയുടെ മകൻ വിജയരാജ് സിന്ധ്യ, ഇങ്ങനെ ഒത്തിരി രണ്ടാം കിട നേതാക്കളെ എല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് ഈ രാഹുലിനെ AICCയുടെ പ്രസിഡൻ്റാക്കിയത്. ഇപ്പോഴും പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിക്കുവാൻ നല്ല ആൾക്കാരുണ്ട്. ഭാരതത്തിൽ എത്ര സംസ്ഥാനമുണ്ടെന്നോ, ഭാരതത്തിൻ്റെ കൾച്ചറുകളോ, യൂണിയൻ ടെറിട്ടറികളോ, വിസ്തൃതിയോ, ടോട്ടൽ എത്ര MLA ഭാരതത്തിലുണ്ടെന്നോ, MP ഉണ്ടെന്നോ, രാജ്യസഭയിൽ എത്ര MP ഉണ്ടെന്നോ അറിയാൻ പാടില്ലാത്ത ഈ ടൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുവാവെന്ന് പറയാൻ ഒക്കില്ല, 55 വയസ്സായി പുള്ളിയെ പിടിച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത സഭയുടെ വലിയ സ്ഥാനമുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്, കൊടുത്ത് ഈ സോറസിന് വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ മണിശങ്കർ അയ്യർ പറഞ്ഞത്, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാല പിന്നെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ യുവാവായിരുന്നു, തോറ്റു ഇപ്പൊ മധ്യവയസ്കനാണ്. അതെ, മതേതരം എന്നാണ് പറഞ്ഞു നടക്കുന്നത്. സ്നേഹത്തിൻ്റെ കട തുറക്കണം, ഭരണഘടനയുടെ ബുക്ക്. ഇദ്ദേഹം മതേതരത്വം പറഞ്ഞ് മതേതറയായി. ആ രീതിയാണ് മതേതരത്വം പറഞ്ഞ് മതേതറയായിട്ടാണ് ഇപ്പോൾ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യത്തിന് പുല്ലുവിലയെ പുള്ളി കൊടുക്കുന്നത്. ബഹളം ഉണ്ടാക്കിയിട്ടിട്ട് പോകുകയാണ്. പിന്നെ പുള്ളിയുടെ കൂടെയുള്ള അനുജന്മാരും ഇറങ്ങിപ്പോയാണ്. ഈടൻ, നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ്, പാലക്കാട് ശ്രീകണ്ഠൻ, ചില MP മാർക്ക് വിവരം വെച്ചു ഇറങ്ങി പോകുന്നില്ല. ശശി തരൂരിനെ പോലുള്ളവരെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും അവരുടെ ബുദ്ധിമതയെയും അവരുടെ പ്രവർത്തന രീതിയും നമ്മൾ അംഗീകരിച്ചേ ഒക്കുള്ളൂ. കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ആയിരിക്കുമ്പം നല്ല വികസന പദ്ധതികൾക്കുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് കൊടുത്തത് മണിശങ്കർ അയ്യരാണ്. അദ്ദേഹത്തിന് അത്രത്തോളം തലയും ബ്രെയിനും അദ്ദേഹത്തിനുണ്ട്. അത് ഇത്തരത്തിലുള്ള മണിശങ്കർ അയ്യർ പോലുള്ള ബുദ്ധിരാക്ഷസന്മാരും ഫൈനാൻസ് വിദഗ്ധരും ഉള്ളതുകൊണ്ട് അദ്ദേഹം വലിയ ബുദ്ധിരാക്ഷസൻ എന്ന് പറയുമ്പോഴും ഈ 2013 കാലഘട്ടത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ആകില്ലെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് ഈ മണിശങ്കർ അയ്യർ. അത് അദ്ദേഹത്തിൽ നരേന്ദ്രമോദിയെ പോലുള്ളവർ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് നരേന്ദ്രമോദിക്ക് ഒരു ഈശ്വരീയതയുണ്ട്. ആ ഈശ്വരീയത ജനങ്ങളുടെ ഇടയിൽ ഇമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയാണ് മണിശങ്കറിൻ്റെ നാക്കിനകത്ത് വിരട സരസ്വതി കുടികൂടിയത്. അതുകൊണ്ടാണ് ഇവിടെ വരേണ്യവർഗത്തിൻ്റെ ആളായിട്ട് ജനിച്ചപ്പോഴേ സ്വർണ്ണക്കരണ്ടി വായിൽ ജനിച്ച രാഹുലും രാജീവും, അതുപോലെ പേരപ്പനായ പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയുന്ന മഹറും ശ്രീമതി ഗാന്ധിയും എല്ലാമേ ഇന്ത്യ ഭരിക്കാൻ ഒക്കുള്ളൂ എന്നുള്ള ഇത് ബുദ്ധിരാക്ഷസന് എങ്ങനെയോ വിരടസതി നാക്കിൽ വന്നു. അതുകൊണ്ടാണ് വഡോദരയിൽ ചായക്കട നടത്തിയിരുന്നു, ചായവാലാന്ന് ഇദ്ദേഹം പറഞ്ഞത്. അത് ഇന്ത്യയുടെ സാധാരണക്കാരായ ആൾക്കാർ സ്വീകരിച്ചു. ഈ വരേണ്യവർഗത്തിൻ്റെ നെഹ്റു കുടുംബമല്ലാതെ ഇന്ത്യയിൽ ഒരു സാധാരണക്കാരൻ പ്രധാനമന്ത്രിയാകണം. അത് ഇന്ത്യൻ ജനത ഏറ്റെടുത്തു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP മാർ ഒരു ചായക്കടക്കാരൻ്റെ ഇന്ത്യ ഭരിച്ച എന്താവും? ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള
ഭാരതത്തെ ഈ ചായാവാല വളർത്തിയെടുത്തില്ലേ? അപ്പോൾ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കുന്നതിനുപരി സാധാരണക്കാർക്ക് ജനഹൃദയങ്ങളിൽ എത്തുവാൻ പറ്റിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ വന്നു. ഈ ബുദ്ധരാക്ഷസന്മാർ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് പറഞ്ഞത് കറക്റ്റാണ്. ഇത്രയും ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത് ലോകത്തിൽ ഭാരതമാണ്. ആ സ്ഥലത്ത് ഉജ്ജൽ യോജന പോലുള്ള പദ്ധതികളുണ്ടെന്ന് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം. TV കാണുമ്പോഴോ സിനിമ കാണുമ്പോഴോ വനങ്ങളിൽ പോയി ചുള്ളികളും വിറകുകളും ഒടിച്ചു കൊണ്ടുവന്ന് അമ്മമാർ ഊതി ആ പുക മൂക്കിൽ കൂടി ശ്വസിച്ച് ഹൃദയരോഗികളാണ്. അതിനെ മാറ്റുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഉജ്ജൽ യോജന സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ വീടുകളിലും കണക്ഷൻ ഗ്യാസ് കൊണ്ടുവന്നു. കളിയാക്കി. ഏറ്റവും കൂടുതൽ ലോക്കൽ സ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം മാലിന്യങ്ങൾ വിസർജനം ചെയ്യുന്നു, 1ഉം 2ഉം ചെയ്യുന്നു. ഇദ്ദേഹം ടോയ്ലറ്റ് കൊണ്ടുവന്നു. കോൺഗ്രസിൻ്റെ ഈ പയ്യൻ പ്രതിപക്ഷ നേതാവ് എന്താ ഇന്ത്യയിലെ ടോയ്ലറ്റ് എല്ലാം മുഖ്യമെന്ന്. ഒരു വിദേശ രാഷ്ട്ര പ്രതിനിധി തമ്പാനൂർ വന്ന് കോവളത്ത് വന്നിട്ട് പോകുമ്പോൾ അവർ ചവിട്ടിയിട്ട ബസ്സിൽ കയറുന്നത്. ഇന്ന് ഒരു 20 വർഷത്തിനുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡാണോ? അപ്പോൾ ഇതിനെല്ലാം പബ്ലിക് ടോയ്ലറ്റുകളും വീടുകൾ ടോയ്ലറ്റുകളാക്കുവാൻ നരേന്ദ്രമോദി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കി. അദ്ദേഹം സാധാരണക്കാരൻ, വെള്ളിക്കരണ്ടിയല്ല. ഓട്ടുപാത്രത്തിൽ ചായ കുടിച്ചുകൊണ്ടാണ് സാധാരണക്കാരുടെ ബുദ്ധി. അന്നോദയ പദ്ധതി പ്രഖ്യാപിച്ചു, ആയുഷ്മാൻ ഭാരത് പ്രഖ്യാപിച്ചു, പ്രധാനമന്ത്രി ഭവന പദ്ധതി ചെയ്തു കൊടുത്തു. ഇവിടെ EMS പദ്ധതി എന്ന് പറഞ്ഞ ഒരു പേര് മാറ്റി. സൂര്യഹർ പദ്ധതിയിൽ വെളിച്ചം കണ്ടു. കുടിക്കുവാൻ വെള്ളമില്ലാത്ത എത്രയോ ജില്ലകളും സംസ്ഥാനങ്ങളും ഉണ്ട്. അദ്ദേഹം ഊർജ പദ്ധതി വഴി കേരളത്തിലേക്ക് ഒത്തിരി പദ്ധതി കൊടുത്തില്ലേ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി. പൈപ്പ് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഏത് പഞ്ചായത്തുകളിലാണ് പൈപ്പ് കണക്ഷൻ ഇല്ലാത്തത്? പണ്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നല്ലോ ആസൂത്രണ കമ്മീഷൻ ഭയങ്കര കോൺഗ്രസിൻ്റെ പഞ്ചവത്സര പദ്ധതികളാണ്. അതുകൊണ്ട് നമ്മുടെ മണിശങ്കർ അയ്യർ പറഞ്ഞത് 100% കറക്റ്റ്. ഒരു അറിവിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വെച്ച് മൂന്നാമതും പിണറായി വരുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ മതരാഷ്ട്രവാദത്തിന് വേണ്ടിയും മതങ്ങളുടെ കൂടെ നടക്കുന്ന VD സതീശനും രാഹുൽ ഗാന്ധിയും മതേതരയായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ജനം തീരുമാനിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് അർഹമായ MLA അസംബ്ലിയിൽ കിട്ടും. വീണ്ടും ബംഗാൾ മോഡൽ മണിശങ്കർ പറഞ്ഞതുപോലെ ആവർത്തിക്കുകയാണ് എങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ വരുന്നതും. അടുത്ത 36ലേക്കുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രംഗപ്രവേശമായിരിക്കും. കോൺഗ്രസിൻ്റെ അവസാനത്തെ അന്ത്യകൂദാശ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്ന് ജനാധിപത്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇരുന്ന സമയത്തേക്കാളുള്ള വികസനം ചെയ്യുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. നമ്മുടെ ഹൈവേകൾ കണ്ടും തുറമുഖങ്ങൾ കണ്ടും നമുക്കറിയാം. ടെക്നോ പാർക്കിന് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ എത്രയെത്ര പദ്ധതികൾ ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ തറക്കല്ലിട്ടിട്ടുണ്ട്. കോവളം ബൈപ്പാസ് 75 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തതാണ്. കൊല്ലം ബൈപ്പാസ് അടിയന്തരാവസ്ഥയിൽ ശ്രീമതി ഗാന്ധി ഉദ്ഘാടനം ചെയ്തതാണ്. ഈ കേന്ദ്രത്തിലെ രണ്ടാമനെന്ന് പറയുന്ന KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ആലപ്പുഴയുള്ള ബൈപ്പാസ് ഇതെല്ലാം അവർ തറക്കല്ലിട്ടു. നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും കേരളത്തെയും ഭാരതത്തെയും അത്യുന്നതങ്ങളിലേക്ക് ലോക രാഷ്ട്രത്ത് 2ാം സ്ഥാനമാണെന്ന് ഭാരതം. 1,00,000 കിലോമീറ്റർ റോഡുകൾ ദ്രുതഗതിയിൽ ചെയ്യുന്ന രാജ്യമെന്ന് 2ാമത് ലോകരാജ്യത്ത് ഭാരതമാണ്. അതുകൊണ്ടാണ് ഞാനും വിൻസെൻറ്റും തമ്മിലൊരു പരിപാടിക്ക് വെങ്ങാനൂരുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ പദ്ധതിയിൽ നമുക്ക് ഓപ്പണായിട്ട് പറയുവാൻ കഴിയുകയൊന്നുമില്ല. കോവളത്തിൽ കൂടി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ ബൈപ്പാസ് എല്ലാം നരേന്ദ്രമോദിയുടെ ഒരു തിലകക്കുറി തന്നെ. പക്ഷേ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറയാൻ നോക്കില്ല. അദ്ദേഹത്തിൻ്റെ കക്ഷി വേറെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സാധാരണക്കാർ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സാധാരണക്കാർ ആലോചിച്ച് നോക്കും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിഴിഞ്ഞവും തിരുവനന്തപുരം ഹൈക്കോടതി ബെഞ്ചും വിഴിഞ്ഞം തുറമുഖവും എയർപോർട്ടുമാണ് ചർച്ചാ വിഷയം. ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയത് ആരാ? 1ാം മോഡി ഗവൺമെൻറ്റും 2ാം മോഡി ഗവൺമെൻറ്റില്ലേ തുകകൾ കൊടുത്തതും അതിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അക്വസിഷൻ ഗ്രീൻ മാറ്റിയതും പുതിയ റോഡ് പദ്ധതികൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഗ്രാമപ്രദേശത്തുള്ള റോഡുകൾ നമ്മളെടുത്ത് നോക്കാം. ദീനദയാൽജി സഡക് യോജന വഴി ഗ്രാമപഞ്ചായത്തുകൾ കൊടുത്ത റോഡുകളാണ്.
പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസുകൾ നമുക്കറിയാം. ഒരു വലിയ കരം തീർക്കുവാനോ വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ എല്ലാം ആ പോകുന്ന പടിയെല്ലാം മുറുക്കാനും നിന്ന് തുപ്പി ചെരുപ്പിൻ്റെ പാടുകളും ചവറുകളിലായി. ഇന്നെല്ലാം അത് സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കേന്ദ്ര നഗരവികസന മന്ത്രാലയമായിട്ടുള്ള മനോഹർലാൽ ഖട്ടാർ 3 പ്രാവശ്യം ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ നഗരവികസനത്തിനും പഞ്ചായത്തിൻ്റെ വികസനത്തിനും കാശുകൾ കൊടുത്തു. ടെക്നിക്കൽ വെച്ചു ഇവർ ആക്ഷേപിച്ചാണ് മോഡിയുടെ ഡിജിറ്റൽ സംവിധാനം. പെണ്ണുങ്ങളും മീൻ കൊണ്ടുപോകണവരും പാൽക്കാരനും തെങ്ങിക്കാരനവനും മൊബൈൽ വഴി എങ്ങനെ പൈസ കൈമാറുമെന്ന് പറഞ്ഞ് പുച്ഛിച്ച് ആക്ഷേപിച്ച് ബോർഡുകൾ വെച്ചു തെരുവോരങ്ങളിൽ. ഇന്ന് ഡിജിറ്റൽ ഏറ്റവും കൂടുതൽ UPI സംവിധാനം ലോകത്ത് ഉപയോഗിക്കുന്നത് ഭാരതത്തിനെ കണ്ടിട്ടാണ് അമേരിക്കയും ജർമ്മനിയും UPI സംവിധാനം ഡിജിറ്റൽ പണമിടപാട് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഇവർ ആക്ഷേപിച്ചിരുന്ന ഈ കേരളത്തിലെ എവിടെ പോയാലും മൊബൈൽ വഴി നമുക്ക് കാശ് ട്രാൻസാക്ഷൻ ചെയ്യാം. പോക്കറ്റ് അടി ഉണ്ടോ? പണ്ട് എന്ന് നോക്കിയാലും പേപ്പർ എടുത്താൽ പറയും ഇതാ പോക്കറ്റ് അടിച്ചു, പൈസ കാണാനില്ല, പേഴ്സില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു തുക്ലക് മോഡൽ പരിഷ്കാരങ്ങൾ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ചായ വിൽപ്പനക്കാരനാണ്. ഈ ബുദ്ധിരാക്ഷസന്മാരായ മണിശങ്കർ അയ്യർക്കോ രവിശങ്കർ പ്രസാദിനോ കേരളത്തിലുള്ള അന്തോണിയപ്പനോ അതുപോലുള്ള ശശി തരൂർ വലിയ എഴുത്തുകാരനോ ഒന്നും ഇരുന്നപ്പോൾ ചെയ്തതല്ല. ഈ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ചുരുക്കം ഈ 12 വർഷം കൊണ്ടുള്ള മാറ്റമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ശ്രീ പദ്ധതി കൊണ്ടുവന്നത്. കേരളം നടപ്പിലാക്കണില്ല. കേരളത്തിലെ SFIയുടെ ദേശീയ പ്രസിഡന്റ് പഠിക്കുന്നത് എവിടെയാണ്? യോഗി ആദിത്യനാഥിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അദ്ദേഹം റിസർച്ച് ചെയ്യുന്നത്. അദ്ദേഹത്തിന് കേന്ദ്ര ഗ്രാൻറ്റ് ഉണ്ട്. അത് PM ശ്രീ പദ്ധതിയിൽ വരുന്ന കോളേജാണ്. ഛത്രപതി ശിവജി മഹാരാജ് കോളേജ് UPയിലുള്ള PM ശ്രീ പദ്ധതിക്ക് എതിർക്കുന്ന അവിടുത്തെ SFI അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റോ സെക്രട്ടറിയോ പഠിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ കോളേജിൽ കേന്ദ്ര PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാജ് എന്താണ് അദ്ദേഹം പഠിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാർ കുട്ടികൾ ആനുകൂല്യങ്ങൾ മേടിക്കാൻ ഇവിടുത്തെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നില്ല. അപ്പം നേതാക്കന്മാരെ മന്ത്രിമാരുടെ കേരളത്തിലെ മന്ത്രിമാരുടെ മക്കൾക്കെല്ലാം വിദേശത്തും CUT പരീക്ഷ എഴുതി കേന്ദ്ര സർവകലാശാല അഡ്മിഷൻ കിട്ടി പഠിക്കും. കേന്ദ്ര സ്കോളർഷിപ്പുകൾ വാങ്ങിച്ച് പഠിക്കും. കേരളത്തെ പിള്ളേർ എങ്ങനെ വേണോ പോട്ടെ സാധാരണക്കാരൻ. ഈ ചിന്ത മാറണം. അപ്പം ഇതേ ചിന്തയാണ് കോൺഗ്രസും PM ശ്രീക്കെതിരാണ്. പ്രൈം മിനിസ്റ്റർ പാവപ്പെട്ട കുട്ടികൾ ഇന്ന് നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റുകളില്ല. UPയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക്സ് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് നിലവാരമില്ലാത്ത ഇൻ്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യുന്നുവെന്ന് CUT ക്യാമ്പസിലിരിക്കുന്ന പ്രൊഫസർമാർ പറയുന്നു. നമുക്കിവിടുന്ന് PhD കിട്ടിയ MPമാർ ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയാണ് കർണാടകത്തിലൊക്കെ പോകുമ്പോൾ? അപ്പോൾ അങ്ങനെ നിലവാരമുള്ള സ്കില്ലിലായാലും സ്പോക്കിങ്ങിലായാലും റൈറ്റിങ്ങിലായാലും സ്റ്റാൻഡേർഡ് യുവതിയുവാക്കളെ വാർത്തെടുക്കുവാൻ PM ശ്രീ പദ്ധതി കേരളത്തിൽ വന്നപ്പോൾ ഇവർക്ക് കല്ലെറിയുവാനോ ഗവർണറെ തടയുവാനോ പിള്ളേരെ കിട്ടുകയില്ല. പഠിച്ചാൽ അവർ ഇന്ത്യ വിടേണ്ടി വരും. ഉന്നത സർവകലാശാല ബിരുദമെടുത്ത് PhD എടുത്ത് പോകും. അപ്പോൾ നേതാക്കൾക്ക് എന്തുമാകാം, മന്ത്രിമാരുടെ മക്കൾക്ക് എന്തുമാകാം, കൊടി പിടിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം വരരുതെന്നുള്ള ഈ SFIയുടെയും KSൻ്റെയും ചിന്തകൾ മാറുവാൻ വേണ്ടിയാണ് ആരാധ്യനായ പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഞാനൊരു ആവശ്യത്തിന് പട്ടം സൈനിക സ്കൂളിൽ പോയി. 8ൽ പഠിക്കുന്ന കുട്ടിക്ക് കപ്പാസിറ്റർ ഉണ്ടാക്കേണ്ട കാര്യം അവിടെ ട്രെയിനിങ് ഉണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ 8, 9 പിള്ളേരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. പുതിയ കണ്ടുപിടുത്തം. അത് കഴിഞ്ഞിട്ട് SSLCക്ക് വേണ്ടി അത്യാധുനിക രീതിയിലുള്ള കാർഗോ ലോജിസ്റ്റിക്സ് കോഴ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് സ്കൂളിൽ വരണമെന്നാണ് BJP പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടുത്തെ ഡിജിറ്റൽ സംവിധാനം നല്ല രീതിയിൽ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കുന്ന കാലമോ പ്രചാരകമായിരിക്കുന്ന കാലമോ ഈ യുവങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ വന്നു? അത് സാക്ഷാൽ ഈശ്വരന്മാർ കൊടുത്ത വരദാനമാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുത്തെ ക്യാഷ് നിയന്ത്രിക്കുന്ന ബാങ്കിങ് ശൃംഖല ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഇവിടുത്തെ നോൺ ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ, NGO യൂണിയൻ, തെരുവ് നാടകങ്ങൾ, പുരോഗമന കലാസാഹിത്യ സംഘം തൊഴിൽ നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നിരവധി
സംരംഭങ്ങൾ ഇവിടെ വന്നു. വിഴിഞ്ഞം വന്നാൽ കടൽ വിറ്റു, കടൽ സെയിൽസ് ചെയ്തു. പക്ഷേ ഇന്ന് അവർ അതിൻ്റെ പ്രകന്നു പോകണം. റോഡുകൾ, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, അതുപോലെ എല്ലാം താഴേക്കടയിലുള്ള എല്ലാ സംവിധാനങ്ങളും വൻ രീതിയിൽ വന്നത് മോഡിയുടെ രണ്ടാം മോഡി ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാട് കേരളത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി പോലുള്ളവർ അധികാരത്തിൽ വരിക തന്നെ വേണം. അതുകൊണ്ടാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥിരം പറയുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിലും ഉണ്ടാവണം, കേന്ദ്രത്തിന് പിന്തുണയുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.